ഇബാദത്തുകളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ ഇബാദത്ത് ഏതാണ്? 5 വഖത്ത് നിസ്കാരമാണ്. ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അമാന്തം കാണിക്കുന്ന മുസ്ലിമീങ്ങളുണ്ടെങ്കിൽ ഇന്ന് സുബ്ഹിന്റെ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കാത്ത ചെറുപ്പക്കാരുണ്ടെങ്കിൽ, സഹോദരിമാരുണ്ടെങ്കിൽ, അള്ളാഹുവിനോടുള്ള കടപ്പാട് നിർവഹിച്ചവരല്ല, അള്ളാഹുമായിട്ടുള്ള ബാധ്യതകൾ നിർവഹിച്ചവരല്ല. എന്നെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണെന്നറിയോ? നീ സുബ്ഹി നിസ്കാരം ഖളാക്കി, അതേ നീ സുബ്ഹി നിസ്കരിച്ചില്ല, അതാ ളുഹറിന്റെ ബാങ്ക് വിളിച്ചു, ആ ളുഹറിന്റെ നേരത്ത് നീ ആ സുബ്ഹി ഖളാക്കിയിട്ടില്ല, ളുഹറും കഴിഞ്ഞിരിക്കുകയാണ്, അസറിന്റെ ബാങ്കാണ് പള്ളിയിൽ നിന്ന് വിളിക്കുന്നത്. അറിയോ നിന്റെ സുബ്ഹി അങ്ങനെ തന്നെ ബാക്കിയുണ്ടെങ്കിൽ അതാ ഇസ്ലാമിന്റെ മസ്അല എന്താണ്? ശരീഅത്തിന്റെ നിയമം എന്താണ്? ഖുതില ഹദ്ദാ, ഇസ്ലാമിന്റെ ശിക്ഷ എന്ന നിലയിൽ നിന്നെ കൊല്ലണമെന്നാണ്, നിന്നെ വധിച്ചു കളയണമെന്നാണ്. എന്റെ കാര്യമെന്നറിയോ? ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അള്ളാന്റെ മുമ്പിൽ തലകുനിക്കാതെ, അള്ളാന്റെ മുമ്പിൽ നാദം സുജൂദ് ചെയ്യാതെ, 2 റക്അത്ത് നിസ്കരിക്കാതെ നീ പിന്നെ ആരോടുള്ള കടപ്പാടുകൾ വീട്ടിയിട്ടെന്താ, വീട്ടാതിരുന്നിട്ടെന്താ? അതുകൊണ്ട് മുസ്ലിമിന് ഏറ്റവും വലിയ കടപ്പാട് അല്ലാഹുവിനോടാണ്. ആ കടപ്പാടുകൾ പൂർണ്ണമായും നാം നിർവഹിച്ചിരിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇസ്ലാം ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിന്റെ അയൽവാസി മുസ്ലിമല്ല, അയാൾ മരുന്ന് കിട്ടാതെ മരിക്കാൻ പോവുകയാണ്, ഭക്ഷണം കിട്ടാതെ മരിക്കാൻ പോവുകയാണ്. എങ്കിൽ മുസ്ലിമായ മനുഷ്യ, നിനക്ക് അയാൾക്ക് മരുന്ന് വാങ്ങിച്ച് കൊടുക്കാൻ കഴിയുമെങ്കിൽ, അയാൾക്ക് ഭക്ഷണം കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ, ഈ മുസ്ലിമല്ലാത്ത അയൽവാസി ഭക്ഷണം കിട്ടാതെ മരിക്കാൻ പാടില്ല. ഈ മുസ്ലിമല്ലാത്ത അയൽവാസി വെള്ളം കിട്ടാതെ, മരുന്ന് കിട്ടാതെ മരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാം നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. എന്റെ അയൽവാസി മുസ്ലിമാണ്, പക്ഷേ നിസ്കരിക്കാറില്ല. എല്ലാവരും ഉപദേശിച്ചു, എല്ലാവരും പറഞ്ഞു കൊടുത്തു. നിസ്കരിക്കുവാൻ വേണ്ടി ആയിരങ്ങൾ ചെലവഴിച്ചുകൊണ്ട് സ്റ്റേജ് കെട്ടിയിട്ട് പറഞ്ഞു കൊടുത്തു. അവൻ ആ സദസ്സിലേക്ക് വന്നില്ല, അവൻ കേട്ടില്ല, ചെവി കൊണ്ടില്ല, ആര് പറഞ്ഞപ്പോഴും അനുസരിച്ചില്ല. അവൻ മരിക്കാൻ പോകുന്നു, മരുന്ന് കിട്ടാതെ മരിക്കാൻ പോവുകയാണ്, ഭക്ഷണം കിട്ടാതെ മരിക്കാൻ പോവുകയാണ്, വെള്ളം കിട്ടാതെ മരിക്കാൻ പോവുകയാണ്. ആ മുസ്ലിമിന് ഭക്ഷണം കൊടുക്കണേ എന്ന് പഠിപ്പിച്ച് മുഹമ്മദ് മുസ്തഫ. ആ മുസ്ലിം മരുന്ന് കിട്ടാതെ മരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ നിസ്കരിക്കാത്ത മുസ്ലിം മരിക്കുമ്പോൾ നീ വെള്ളം കൊടുക്കല്ല, ഭക്ഷണം കൊടുക്കല്ല, മരുന്ന് കൊടുക്കല്ല. എന്റെ സഹോദരിമാരെ, സഹോദരങ്ങളെ, അള്ളാന്റെ മുമ്പിൽ നിസ്കരിക്കാത്ത മുസ്ലിമിന് യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തട്ടെ, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. ഏറ്റവും വലിയ കടപ്പാട് അല്ലാഹുമായിട്ടുള്ള കടപ്പാടാണ്. അല്ലാഹുവിനോടുള്ള കടപ്പാടുകൾ നിർവഹിക്കാതിരുന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, നിസ്കരിക്കാത്തൊരു മുസ്ലിം മരിച്ചാൽ അവന്റെ ഖബറിൽ കിടക്കാൻ 99 സർപ്പങ്ങൾ ഉണ്ടാകുമെന്ന്. അതേ 99 സർപ്പങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു സർപ്പം ഈ ഭൂമി ലോകത്ത് വന്നിട്ട് റൂത്തെങ്ങാനും മോദിയാൽ ഈ ഭൂമിയിൽ പിന്നെ ഒരു പച്ച പുല്ല് പോലും മുളക്കുകയില്ല. അത്രയും വലിയ വിഷമുള്ള ഉഗ്രൻ സർപ്പമാണ്. നിസ്കരിക്കാത്ത മുസ്ലിമിന്റെ കൂടെ ഖബറിൽ കിടക്കാൻ 99 സർപ്പങ്ങൾ ഉണ്ടാകുമെന്ന് ജീവിതത്തിൽ തമാശക്ക് പോലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ
അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. ഞാൻ വീട്ടിൽ പറയുന്നില്ല, അതാണ് ഏറ്റവും വലിയ ഒന്നാമത്തെ കടപ്പാട്. അള്ളാഹുമായിട്ടുള്ള കടപ്പാടുകൾ നിർവഹിക്കാതെ പിന്നെ ആരോടൊരു കടപ്പാടുകൾ നിർവഹിച്ചത് കൊണ്ടും കാര്യമില്ല. അല്ലാഹു തആല അവന്റെ കടപ്പാട് പറഞ്ഞ ഉടനെ അല്ലാഹു തആല പറയുന്നു, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹുവിനോടുള്ള കടപ്പാടുകൾ നിർവഹിച്ച മനുഷ്യ, പിന്നെ നീ നിർവഹിക്കേണ്ട കടപ്പാട് ആരോടാണ്? നിന്റെ മാതാപിതാക്കളോടാണ്. പിന്നെ നിനക്ക് ഏറ്റവും വലിയ കടപ്പാട് നിന്റെ മാതാപിതാക്കളോടാണ്. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹു തആല മൂന്ന് കാര്യങ്ങളോട് ചേർത്തി പറഞ്ഞു. അതിൽ നിന്ന് ഒന്നിനെ മറ്റൊന്നിനോട് ചേർത്തിയിട്ടാണ് പറഞ്ഞത്. ഒന്നില്ല മറ്റതുണ്ടായെങ്കിൽ കാര്യമില്ല, മറ്റതുണ്ട് മറ്റതില്ല അതുകൊണ്ടും കാര്യമില്ല. ഏതുപോലെ ഒന്ന്, അഖീമുസ്സലാത്ത വആത്തുസ് സകാത്ത്, നിസ്കാരം നിങ്ങൾ നിലനിർത്തുക, നിങ്ങൾ സകാത്ത് കൊടുക്കുക. അല്ലാഹു തആല ഒന്നിനെ മറ്റൊന്നിനോട് ചേർത്തി പറഞ്ഞു. അഖീമുസ്സലാത്ത വആത്തുസ് സകാത്ത, ഒരാൾ നിസ്കരിക്കുന്നുണ്ട് പക്ഷേ സകാത്ത് കൊടുക്കുന്നില്ല എങ്കിൽ നിസ്കാരം കൊണ്ട് കാര്യമില്ല. ഒരാൾ നിസ്കരിക്കുന്നില്ല സകാത്ത് കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ സകാത്ത് കൊണ്ടും കാര്യമില്ല എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. രണ്ടാമത്തെ കാര്യം എന്താണ്? അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല, നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടണേ, അല്ലാഹുവിന്റെ റസൂലിനെ വഴിപ്പെടണേ, അല്ലാഹുവിനെ അനുസരിക്കണേ, റസൂലുള്ളാഹിനെ അനുസരിക്കണേ. ഒരാൾ അല്ലാഹുവിനെ അനുസരിച്ചു പക്ഷേ റസൂലുള്ളാഹിനെ അനുസരിച്ചില്ല എങ്കിൽ അല്ലാഹു വഴിപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. ഒരാൾ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ചു പക്ഷേ അല്ലാഹുവിനെ അനുസരിച്ചില്ല, അല്ലാഹു വഴിപ്പെട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ വഴിപ്പെട്ടത് കൊണ്ടും കാര്യമില്ല. പിന്നെ പറയുന്നു, അനിഷ്കുർലി വലിവാലിദൈ, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണേ, നിങ്ങളെ മാതാപിതാക്കൾക്കും നിങ്ങൾ നന്ദി കാണിക്കണേ. ഒരാൾ അല്ലാഹുവിന് നന്ദി കാണിച്ചു പക്ഷേ അല്ലാഹുവിനോടുള്ള കടപ്പാടുകളൊക്കെ നിർവഹിക്കുന്നുണ്ട്, പക്ഷേ അയാളെ മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നില്ല എങ്കിൽ അല്ലാഹുവിനോടുള്ള കടപ്പാടുകൾ നിർവഹിച്ചത് കൊണ്ട് കാര്യമില്ല. ഒരാള് മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നുണ്ട് പക്ഷേ അല്ലാഹുവിനോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നില്ല എങ്കിൽ മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ നിർവഹിച്ചത് കൊണ്ടും പ്രയോജനമില്ല. ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് മറ്റൊന്നിനോട് ചേർത്തിയിട്ടാണ് പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനോടുള്ള കടപ്പാട് കഴിഞ്ഞാൽ, ബാധ്യത കഴിഞ്ഞാൽ, രണ്ടാമതായി ഒരു മുസ്ലിം നിർവഹിക്കേണ്ടുന്ന ഏറ്റവും വലിയ കടപ്പാട് അവന്റെ